സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയ്ക്ക് വീണ്ടും ED നോട്ടീസ് നൽകിയെന്ന വാർത്ത ജനുവരി 7-ാം തീയതി ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. സേവ് ബോക്സ് ബ്രാൻഡ് അംബാസഡറായിരുന്നു ജയസൂര്യ. ബിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. പറയൂ ബിപിൻ. ഈ സേവ് ബോക്സ് നിക്ഷേപ തട്ടിപ്പിൽ ആ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജയസൂര്യയ്ക്ക് കുരുക്കായി മാറിയിരിക്കുന്നത്. 2 തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടനെ വിളിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നു. ജനുവരി 7-ാം തീയതി ഹാജരാകണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു നിക്ഷേപ തട്ടിപ്പ് ഇതിൽ നടന്നിട്ടുണ്ട്. നിരവധി ആളുകളെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടും പിന്നെ അവരിൽ നിന്നും പണം വാങ്ങിയും കബളിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു അന്ന് ജയസൂര്യ. ഈ ബ്രാൻഡ് അംബാസഡർ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കബളിപ്പിക്കപ്പെട്ട ആ ഒരു തുകയിൽ നിന്നാണ് ജയസൂര്യയ്ക്ക് കൂടി അതിൻ്റെ ഒരു പങ്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭാര്യ സരിതയെയും ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് പൂർണ്ണമായിട്ടും തനിക്ക് പണം ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഈ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു കരാർ മാത്രമാണ് ഈ സേവ് ബോക്സിന്റെ ഉടമയായിട്ടുള്ള സാത്വിക്കുമായിട്ട് തനിക്കുള്ളത് എന്നുള്ളതുമാണ് ജയസൂര്യയുടെ വാദമുള്ളത്. കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടിയാണ് 3-ാം തവണയും ഇപ്പോൾ ജയസൂര്യയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ED ഓഫീസിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.